മുഖ്യമന്ത്രി ചർച്ചകളിൽ തന്റെ പിന്തുണ രേഖപ്പെടുത്താത്തതിൽ പരാതിയുമായി ഉദുമയിലെ നിയുക്ത MLA കെ നീലകണ്ഠൻ. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ഫോട്ടോയിൽ തന്റെ പേരില്ല. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുകുൾ വാസ്നിക്കിന് കത്തയച്ചെന്നും നീലകണ്ഠൻ 24-നോട് പറഞ്ഞു. നമ്മളെ അഭിപ്രായം പറയേണ്ടത് പറഞ്ഞ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ പത്രത്തിൽ എങ്ങനെ വന്നു എനിക്കറിയില്ല. ഞാൻ മുകുൾ വാസ്നിക്ക് മെയിൽ അയച്ചു കഴിഞ്ഞു. അല്ല, അതിനകത്ത് വ്യക്തമായ നിലപാട് നമുക്കുണ്ടല്ലോ. ആ നിലപാട് അവർ അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് പ്രദീപ് നാരായണനും തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദും ചേരുന്നുണ്ട്. ആദ്യം പ്രദീപ് നാരായണിലേക്ക്. പ്രദീപ് നാരായൺ, CPIM കോട്ടയായ ഉദുമ പിടിച്ചെടുത്താണ് കെ നീലകണ്ഠൻ വിജയിച്ചത്. അഭിപ്രായം ആരാഞ്ഞപ്പോൾ ആരായിരിക്കണം അടുത്ത മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ച് ഇന്നലെ കോൺഗ്രസ് നിരീക്ഷകർ, ഹൈക്കമാൻഡ് നിരീക്ഷകർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തേടിയതാണ്. പക്ഷേ ഇന്ന് പുറത്തു വന്ന ചിത്രം, ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിൽ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ആ ചിത്രത്തിൽ കെ നീലകണ്ഠൻ്റെ പേരിന് നേരെ ആർക്കനുകൂലമായിട്ടാണ് എന്നത് പരാമർശിച്ചിട്ടില്ല. VD സതീശൻ അനുകൂലമായിട്ടായിരിക്കാം എന്ന ചില അഭ്യൂഹം കോൺഗ്രസ് ക്യാമ്പുകളിൽ പ്രചരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ VD സതീശൻ്റെ പേരിന് നേരെ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്ന അഭിപ്രായം പറഞ്ഞവരുടെ ആ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണോ? ആ നിലയിലുള്ള ചില സന്ദേഹങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പുകളിൽ, VD ക്യാമ്പുകളിലൊക്കെ ഉയരുകയും ചെയ്യുന്നുണ്ട്. പ്രദീപ്. ദിലീപ്, അങ്ങനെ തന്നെ അനുമാനിക്കേണ്ടി വരും. കാരണം VD സതീശനെ അനുകൂലിച്ച പേര് നിർദ്ദേശിച്ച ആളുകളുടെ വിവരങ്ങൾ ആ ലിസ്റ്റിൽ ഇല്ല എന്നുള്ളൊരു ആക്ഷേപം പൊതുവിൽ ഇതിനകം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നീലകണ്ഠന്റെ പേരിനൊപ്പം ആ കോളം ബ്ലാങ്കായി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ അതെന്ത് സംഭവിച്ചു എന്ന് തനിക്കറിയില്ല. താൻ കൃത്യമായി പേര് നിർദ്ദേശിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ആരാകണമെന്ന് സംബന്ധിച്ച് വ്യക്തമായ നിലപാട് തനിക്കുണ്ട്, അതറിയിച്ചിട്ടുണ്ട്. എന്നാലും ഇക്കാര്യത്തിൽ താൻ തന്റെ പരാതി മുകുൾ വാസ്നിക്കിന് രേഖാമൂലം മെയിൽ അയച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കെ നീലകണ്ഠൻ പറയുന്നത്. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡേക്ക് തിരിച്ചെത്തിയിട്ടില്ല, യാത്രാമധ്യയാണ്. എന്തായാലും തന്റെ നിലപാട് സുസ്ഥിരമാണ്, അത് നേതൃത്വത്തെ കൃത്യമായി അറിയിച്ചിട്ടുണ്ട് എന്ന ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. ദിലീപ്. കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത് പ്രദീപ് നാരായണനാണ്. ഉദുമ MLA നീലകണ്ഠൻ, കെ നീലകണ്ഠൻ, അദ്ദേഹം ഇന്നലെ ഹൈക്കമാൻഡ് നിരീക്ഷകർക്ക് മുന്നിൽ അഭിപ്രായം പറഞ്ഞിരുന്നതാണ് ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ച്. പക്ഷേ ഇന്നിപ്പോൾ പുറത്തു വന്ന ആ ചിത്രത്തിൽ, വാർത്താ ചിത്രത്തിൽ കെ നീലകണ്ഠൻ്റെ പേരിന് നേരെ ആരുടെയും പേരുകൾ രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ നീലകണ്ഠൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന്, നിരീക്ഷകർക്കൊക്കെ ഈ വിഷയം ചൂണ്ടിക്കാട്ടി കത്തയച്ചിരിക്കുകയുമാണ്. തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് കൂടി ചേരുന്നു. അലക്സ് റാം മുഹമ്മദ്, ഇന്നലെ സംസ്ഥാനത്തെ തെരഞ്ഞെടുക്കപ്പെട്ട 63 MLA-മാരുടെയും അഭിപ്രായം കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതിനിധികൾ തേടിയതാണ്. ഹൈക്കമാൻഡ് നിരീക്ഷകർ ഓരോരുത്തരെയും ഒറ്റയ്ക്കൊറ്റയ്ക്കായി വിളിച്ചാണ് ഈ അഭിപ്രായം തേടിയത്. തുടർന്ന് അവർ ഈ അഭിപ്രായങ്ങൾ ആർക്കൊപ്പമാണ് ഈ MLA-മാർ എന്നത് സംബന്ധിച്ച പട്ടിക, ആ പട്ടികയിൽ പക്ഷേ ഉദുമ MLA-യുടെ പേരില്ല. ഭൂരിപക്ഷം പേരും KC വേണുഗോപാൽ എന്ന് തന്നെയാണ്. ആദ്യത്തെ ആ പേരുകളൊക്കെ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. IC ബാലകൃഷ്ണൻ, T സിദ്ദിഖ്, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, അഡ്വക്കേറ്റ് TO മോഹനൻ, അഡ്വക്കേറ്റ് സജീവ് ജോസഫ് തുടങ്ങിയവരെല്ലാം KC വേണുഗോപാലിനെയാണ്, സന്ദീപ് വാര്യർ ഉൾപ്പെടെ KC വേണുഗോപാലിനെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത്. മറ്റുള്ളവരുടെ പട്ടിക അതേതായാലും കണ്ടില്ല. ഇന്നലെ മുകുൾ വാസ്നിക്ക് ഈ പട്ടിക പിടിച്ച് നിൽക്കുമ്പോൾ എടുത്ത ചിത്രമാണ് ഇന്ന് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ടത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, ആ പുറത്തു വന്ന വാർത്താ ചിത്രത്തിലൊരു പ്രത്യേകതയുണ്ട്. അത് കോൺഗ്രസ് MLA-മാർ മത്സരിച്ചു വിജയിച്ച മണ്ഡലങ്ങൾ, അത് മുകളിൽ നിന്നുള്ള ഓർഡറാണ്. ഉദുമയിൽ നിന്നാണ് തുടങ്ങുന്നത്. മഞ്ചേശ്വരത്ത് ജയിച്ചത് ലീഗ് പ്രതിനിധിയാണ്. ഉദുമയിൽ നിന്ന് തുടങ്ങി താഴേക്കാണ്. ഉദുമയിൽ മാത്രം അതൊരു ബ്ലാങ്ക്, അതായത് അവിടെ നിന്ന് ജയിച്ച നിയുക്ത MLA കെ നീലകണ്ഠന്റെ പേരിന് നേരെ ബ്ലാങ്ക് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൊട്ടു താഴെ തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നതായി എഴുതിയിട്ടുണ്ട്. അങ്ങനെ താഴെ സണ്ണി ജോസഫിന്റെ ഒക്കെ പേരുകൾ താഴേക്കുണ്ട്. TO മോഹന്റെ അടക്കമുള്ള പേരുകൾ താഴേക്ക് വരുന്നുണ്ട്. അതാണ് ആ വാർത്താ ചിത്രത്തിന്റെ പ്രാധാന്യം. അതാണ് ഇതിൽ KC വേണുഗോപാലിനാണ് ഭൂരിപക്ഷം പേര് അതിൽ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ആ വാർത്താ ചിത്രത്തിൽ വ്യക്തമാണ്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം കെ നീലകണ്ഠന്റെ പേര് നേർക്ക് ബ്ലാങ്ക് ആണ്. അതിനർത്ഥം കെ നീലകണ്ഠൻ ഒരു സമ്മിശ്ര അഭിപ്രായമാണോ രേഖപ്പെടുത്തിയത്? അതായത് ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിനൊപ്പം നിൽക്കുന്ന ഒരു തീരുമാനമാണോ കെ നീലകണ്ഠന്റേതെന്ന് സന്ദേഹം നേരത്തെ ഉയർന്നത്. പക്ഷെ അത് അങ്ങനെയല്ല എന്ന് അദ്ദേഹം തന്നെ പരസ്യമായി പറയുന്നുണ്ട്. ആ വാർത്താ ചിത്രത്തിൽ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം പറയുന്നത് ആര് മുഖ്യമന്ത്രിയാകണമെന്നത് സംബന്ധിച്ച് തനിക്ക് കൃത്യമായ ധാരണയുണ്ട്, നിലപാടുണ്ട്. താൻ AICC നിരീക്ഷകർക്ക് മുമ്പാകെ എത്തിച്ചിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് തന്റെ പേര് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല? അതായത് അജയ് മാക്കന്റെ കയ്യിലിരിക്കുന്ന ആ പേപ്പറാണ് പുറത്തു വന്നിരിക്കുന്നത്. സ്വാഭാവികമായി അങ്ങേയറ്റ രഹസ്യ സ്വഭാവത്തോടു കൂടി സൂക്ഷിക്കാനുള്ള
ഒരു അഭിപ്രായവും അഭിപ്രായം രേഖപ്പെടുത്തിയ പേപ്പറുമാണ്. അതിൽ എന്തുകൊണ്ട് തന്റെ പേര് രേഖപ്പെടുത്തിയില്ല എന്നാണ് അദ്ദേഹം സന്ദേഹപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പരാതി നൽകിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം കെ നീലകണ്ഠൻ അടിയുറച്ച VD പക്ഷക്കാരനാണ് എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. VD പക്ഷക്കാരനാണ് താനും. അദ്ദേഹം പറയുന്നുണ്ട് തനിക്ക് കൃത്യമായ നിലപാടുണ്ട്, ആര് മുഖ്യമന്ത്രിയാകണമെന്ന് അദ്ദേഹം അഭിപ്രായം പറയുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. VD ക്യാമ്പിൽ ഇതൊരു വലിയ വിഷയമായി ഉയർന്നു വരുന്നുണ്ട്. കാരണം AICC നിരീക്ഷകരുടെ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് മുന്നിലേക്ക് എത്തുന്നു. അതിൽ KC വേണുഗോപാലിനാണ് ഭൂരിപക്ഷം എന്ന് വാദിച്ചാൽ സ്വാഭാവികമായി ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് എത്തുന്ന VD സതീശൻ അത് എതിർക്കാനാകും. ആ റിപ്പോർട്ടിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാനാകുന്ന ഒരു പ്രധാനപ്പെട്ട തുമ്പായി അത് മാറും. അപ്പോഴും വേണമെങ്കിൽ ഹൈക്കമാൻഡിന് അതുമായി ബന്ധപ്പെട്ട വിശദീകരണം നടത്താം. അത് അന്തിമ റിപ്പോർട്ടല്ല, അതൊരു പേപ്പർ മാത്രമാണെന്നൊരു വിശദീകരണം വേണമെങ്കിൽ ഹൈക്കമാൻഡ് നടത്താം. പക്ഷേ VD സതീശൻ ക്യാമ്പിന് അതുമായി ബന്ധപ്പെട്ട അതിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാം ഈ ഘട്ടത്തിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.